സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രഭാവതി തെറ്റിദ്ധരിച്ചത് ലീനയെ ഋഷി സ്നേഹിച്ച് ചതിക്കാൻ വേണ്ടിയിട്ടാണ് സ്നേഹം നടിച്ച് കൂടെ നടക്കുന്നത് എന്നായിരുന്നു. പക്ഷേ ലീനയും ഋഷിയും തമ്മിലുള്ള സ്നേഹബന്ധം ആത്മാർത്ഥമായിരുന്നു. അതുകൊണ്ടാണ് ലീനയ്ക്ക് തൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടിരുന്ന പ്രഭാവതി ഈ ബന്ധത്തിനെ എതിർക്കുകയും ലീനയെ ശകാരിക്കുകയും ചെയ്തപ്പോൾ അത് താങ്ങാൻ പറ്റാതെ 6ാമത്തെ നിലയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്. അവളുടെ മരണം ശരിക്കും ഋഷിക്ക് മാനസികമായിട്ട് ആഘാതമുണ്ടാക്കിയിരുന്നു. അതിൻ്റെ പിറകിലാണ് പ്രഭാവതി വണ്ടി ഇടിപ്പിച്ച് ഇങ്ങനൊരു ദുരന്തം ഉണ്ടാക്കിയത്. ഋഷിയെ സംബന്ധിച്ച് അപകടത്തിന് തൊട്ടു മുമ്പുള്ള ലീനയുടെ സ്നേഹവും അമ്മയുടെ സ്നേഹവും മാത്രമേ ഓർമ്മയിലുള്ളായിരുന്നു. അതുകൊണ്ടാണ് ദേവികയെ കണ്ടപ്പോൾ ദേവിക ലീനയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ലീനയുടെ അതേപോലെ കെയർ ചെയ്യുന്നത് പോലെ തോന്നിപ്പിക്കുകയും ചെയ്തത്. ഋഷിയെ നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ജിൻസി ആ ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്മാറിയ സമയത്ത് പോലും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഗൗരവത്തോടെ നോക്കി മരുന്ന് കൊടുക്കുകയും ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്തതുകൊണ്ടും അപകടം പറ്റിയ സമയത്ത് ശ്വാസം മുട്ടലുണ്ടായ സമയത്തും ഒക്കെ ഋഷിയെ പരിചരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഋഷിക്കിപ്പോൾ എണീറ്റ് നടക്കാനും സംസാരിക്കാനൊക്കെ പറ്റുന്നത്. അരുന്ധതിയെ സംബന്ധിച്ചാണെങ്കിൽ തൻ്റെ മകൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സ്ത്രീയാണ്. പ്രഭാവതിയുടെ ക്രൂരതയിലാണ് തൻ്റെ മകൻ ഈ കിടപ്പിലായത്. അതുകൊണ്ട് അവരെ കൊണ്ട് നേരിട്ട് വരുത്തി തൻ്റെ മകൻ്റെ കാലിൽ പിടിച്ച് മാപ്പ് പറയിപ്പിക്കണം. അതുവരെ തൻ്റെ പ്രതികാരം തുടരുമെന്നുള്ളൊരു മനോഭാവത്തിലാണ്. അരുന്ധതിക്കും പ്രഭാവതിക്കും ഇടയിൽ ഇത്രയും വലിയൊരു ശത്രുതയുടെ കഥ മറഞ്ഞിരിക്കുന്ന കാര്യം ദേവികയ്ക്കോ ദേവികയുടെ വീട്ടുകാർക്കോ ഒന്നും അറിയത്തില്ല. അരുന്ധതിയുടെ ഈ എളിമയും സ്നേഹത്തോടുള്ള പെരുമാറ്റവും ശരിക്കും പറഞ്ഞ രാധികയും ശാരികയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുത്തി. ദേവികയും നന്ദനയും തൻ്റെ സ്ഥാപനത്തിൽ ജോലിക്കെടുത്തതുപോലും പ്രഭാവതിക്ക് നേരൊരു ആയുധമായിട്ടായിരുന്നു. എന്നാൽ നന്ദൻ ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ദേവികയും ഋഷിയും തമ്മിൽ, അതായത് അരുന്ധതിയുടെ മകനായ ഋഷിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. അതിന് ചുക്കാൻ പിടിക്കുന്നത് അരുന്ധതിയാണെന്ന് തെറ്റിദ്ധരിച്ച് നന്ദൻ തൻ്റെ മകനെ ഉപദ്രവിച്ചുവെങ്കിലും ദേവികയോടുള്ള കടപ്പാടിൻ്റെ പേരിൽ ആ ഒരു ഉപദ്രവം കണ്ടില്ലെന്ന് വെച്ച് വെറുതെ വിടുന്നുണ്ട് അരുന്ധതി. എങ്കിലും അരുന്ധതി പറയുന്ന വാക്കുകൾ ഇപ്പോൾ നന്ദൻ വില കൽപ്പിക്കത്തില്ല. അതുകൊണ്ട് തൻ്റെ കളിപ്പാവയായിട്ട് നന്ദൻ നിൽക്കത്തില്ലെന്നുള്ള കാര്യം നന്നായിട്ടറിയാം. എന്നാൽ ദേവികയെ പ്രഭയ്ക്കെതിരെയുള്ളൊരു ശക്തമായ ആയുധമാക്കിയെടുക്കാൻ MLA സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുകയും അവളുടെ വിജയത്തിന് വേണ്ടിയിട്ട് എത്ര പണം ചെലവാക്കാൻ തയ്യാറായിട്ടും അരുന്ധതി കൂടെ നിൽക്കുന്നുണ്ട്. എലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് ദേവികയ്ക്ക് പഴയ പോലെ ഋഷിയെ കാണാനോ സംസാരിക്കാനോ പരിചരിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇപ്പം സ്ഥാപനത്തിൽ ജോലിക്കും വരുന്നില്ലല്ലോ. അത് ഋഷിയെ വല്ലാതെ മാനസികമായിട്ട് തളർത്തുന്നുണ്ട്. ലീ ഇല്ലാതെ പറ്റില്ലെന്നുള്ള വാശിയിൽ ഋഷി വിഷമിക്കുന്നത് കണ്ടിട്ട് ഒരു ഘട്ടം എത്തുമ്പോൾ അരുന്ധതിക്ക് തോന്നുന്നുണ്ട്, നന്ദനെ പോലെ ഒരു സംശയരോഗിക്ക് എന്തിനാ നല്ലൊരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കി കളയുന്നത്? തൻ്റെ മകൻ്റെ ഈ പുരോഗതിക്കെല്ലാം കാരണക്കാരി ദേവികയാണ്. ദേവികയെപ്പോലൊരു മരുമകളെയാണ് തനിക്കും ആവശ്യം. തൻ്റെ മകളായിട്ടാണ് ആദ്യമൊക്കെ കണ്ടിരുന്നെങ്കിലും ഋഷിക്ക് അവളോടുള്ള സ്നേഹബന്ധം കണ്ടില്ലെന്ന് നടിക്കാൻ അരുന്ധതിക്ക് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ദേവികയും നന്ദനെയും പിരിക്കാൻ വേണ്ടിയിട്ട് ത്യാഗരാജനോടൊപ്പം ചേർന്ന് കളികൾ കളിക്കാൻ പോകുന്നത് ഇനി അരുന്ധതിയായിരിക്കും, തൻ്റെ മകനെയും ദേവികയും ഒന്നാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ദേവിക പൂർണ്ണ മനസ്സോടെ ഒരിക്കലും ഋഷിയെ വിവാഹം കഴിക്കില്ലെന്ന് അരുന്ധതിക്കറിയാം. അതുകൊണ്ട് നന്ദനെ പൂർണ്ണമായിട്ടും അവൾ വെറുക്കണം. അങ്ങനെ വെറുക്കാൻ വേണ്ടിയിട്ട് ഓരോ കള്ളക്കഥകളും അരുന്ധതിയായിട്ട് ചമഞ്ഞ് വിടുന്നുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് നന്ദൻ പുറംപൂച്ചിന് ദേവികയെ വേണ്ട, അവളൊരു കള്ളിയാണ്, തന്നെ ചതിക്കുവാണ് എന്നൊക്കെ പറയുന്നു. എങ്കിലും ദേവികയുടെ സ്നേഹവും ദേവിക തന്നെ ചതിച്ചു എന്നുള്ളൊരു വേദനയൊക്കെ മനസ്സിലലട്ടി അവൻ്റെ സ്വഭാവം തന്നെ ആകെ മാറാൻ തുടങ്ങുന്നു. ചെറുതായിട്ട് മദ്യപിക്കാനും തുടങ്ങുന്നു. അതൊക്കെ മനസ്സിലാക്കിയ പ്രഭാവതി ആകെ തകരുന്നുണ്ട്. തൻ്റെ മകൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാനായിട്ട് പ്രഭാവതിയും തുനിഞ്ഞിറങ്ങുന്നു. പ്രഭാവതിക്കറിയാം ദേവിക ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. അതായത് ഋഷി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വയ്യാതെ കിടന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ കാര്യങ്ങളൊന്നും നന്ദൻ അറിയില്ലല്ലോ. ദേവികയെ എങ്ങനെയെങ്കിലും തൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രഭാവതി ഒരുങ്ങുന്നുണ്ട്. രണ്ടമ്മമാർ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒടുവിൽ സത്യങ്ങൾ ദേവികയായിട്ട് എന്നെ തിരിച്ചറിയുന്നു. ഒരു സത്യവും ഒരുപാട് കാലം മൂടി വെക്കാൻ പറ്റില്ലല്ലോ. അരുന്ധതി എന്ന് പറയുന്നത് പ്രഭാവതി, അതായത് തൻ്റെ അമ്മായിയമ്മയുടെ മുഖ്യ ശത്രുവാണെന്നും ആ ശത്രുതയുടെ പേരിനാണ് തൻ്റെയും തൻ്റെ ഭർത്താവിൻ്റെയും ജീവിതം ഇങ്ങനെ രണ്ട് വഴിക്കായി പോയത് എന്നൊക്കെ മനസ്സിലാക്കിയ അവൾ സ്നേഹത്തോടെ അരുന്ധതിയെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കാനും നന്ദനെ അല്ലാതെ മറ്റൊരു പുരുഷനെ തൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്തേക്ക് കണക്കാക്കാൻ തനിക്കാകില്ലെന്നുള്ള സത്യം മനസ്സിലാക്കിച്ചു കൊടുക്കും. എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ മകൻ്റെ പുരോഗതിക്ക് കാരണക്കാരിയായ ദേവികയുടെ കണ്ണീര് കാണാൻ അരുന്ധതി ആഗ്രഹിക്കില്ല. ദേവികയുടെ ആ ഒരു പ്രസൻസിൽ
അവളായിട്ട് തന്നെ ഈ പ്രശ്നങ്ങൾ കോംപ്രമൈസ് ആക്കിക്കും എന്ന് തന്നെ കാത്തിരിക്കാം.